നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളെ എത്രമാത്രം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ, മേ ബി അതിനേക്കാളേറെ ആ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട്. ഈ ഒരു പ്രണയം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ ടു ഓഫ് കപ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആ വ്യക്തിയോട് ഒരുപാട് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. നിങ്ങൾ തമ്മിലുള്ള ഡീപ്പ് സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ കൂടുതലാണ്. അതായത് നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ്. സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രമാത്രം ആഴമേറിയതാണ്. നിങ്ങൾക്കിടയിൽ മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് തവണ വീണ്ടും റിയൂണിയൻ ചെയ്തിട്ടുണ്ടാവാം. അതായത് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്രമാത്രം വേദന തരുന്നുണ്ടോ അത്രമാത്രം വേദന ആ വ്യക്തിക്കുമുണ്ട്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത. കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് എനർജിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാവുന്ന സമയം മുതൽ നിങ്ങൾ ഒരുപാട് പരസ്പരം മിസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ല, ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല. ഏത് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അവരെ നിങ്ങളെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ടാവാം. മേ ബി ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലുള്ള അകൽച്ചകൾക്ക് കാരണമായ റീസൺസ് ഒത്തിരി ഉണ്ടാവാം. മേ ബി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കാം. പക്ഷെ അതെല്ലാ സിറ്റുവേഷനും ഓവർകം ചെയ്യാനുള്ള അത്രയും പവർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മേ ബി ഈ വ്യക്തി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തിയായിരിക്കാം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അതായത് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എത്രമാത്രം സ്നേഹം ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടോ അത്രമാത്രം സ്നേഹം ആ വ്യക്തി നിങ്ങൾക്കും തരുന്നുണ്ട്. ഓക്കെ. അത്രമാത്രം കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരുപാട് മെമ്മറീസ് ആണ് നിങ്ങൾക്ക് അവരെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഉള്ളത്. അതായത് നിങ്ങളൊരു മിററിംഗ് പോലെയാണ്. നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ആ വ്യക്തിയും ഒരേ സമയം ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തി എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ വോയിസ് ചിലപ്പോൾ അവർ സേവ് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ഫോണിൽ അവർ എപ്പോഴും അത് കേൾക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വോയിസ് അവർക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മ്യൂസിക് നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടാവാം. അതെല്ലാം അവർ സേവ് ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ നിങ്ങളില്ലാത്ത സമയത്തെല്ലാം അതിങ്ങനെ അവർ കേൾക്കുന്നുണ്ടാവാം. ഓക്കെ. എത്രമാത്രം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരുന്നാലും എന്തൊക്കെയോ ചില കണക്ഷൻസ് നിങ്ങളെ വീണ്ടും തിരികെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കണക്ഷനിലെ പ്രത്യേകത. ഓക്കെ. ആ വ്യക്തിയുടെ ലൈഫിൽ മേ ബി ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാം. അതെല്ലാം ആ വ്യക്തിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു സമയത്തുള്ളത് എന്ന് മനസ്സിലാവാണ്. ഓക്കെ. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും അവർ
സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവർക്കൊരു പ്രതീക്ഷയാണ് ആ ഒരു സിറ്റുവേഷൻ തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാവുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും. ആ ഒരു ചിന്ത അവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കുന്ന, റിയൂണിയൻ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു റിയൂണിയനിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. ഐ എം സോറി ഫോർ നോട്ട് റിപ്ലൈയിങ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയോട് പല പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് മെസ്സേജുകൾ ആ വ്യക്തിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിനൊന്നും അവർ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അതിനെല്ലാം ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് തന്നെ മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അതിന് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ആൻഡ് ദെൻ ഐ മിസ് യു. ഓക്കെ. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റർ കെ, ലെറ്റർ എസ്, നമ്പർ 10, ടി ആൻഡ് നമ്പർ 12. ഈ ഒരു സമയത്ത് ആ വ്യക്തി കുറച്ച് സ്പേസ് ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. കുറച്ച് അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നമ്പർ 13 ആൻഡ് നമ്പർ 22 is here and I feel your presence. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും എപ്പോഴും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഐ ആം ഹെൽപ്ലെസ്, ഐ ആം സോറി. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തി ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നിങ്ങളോട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈകൾ തരാൻ പറ്റാത്തതും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതും എന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ടു സർപ്രൈസ് യു. ഓക്കെ. ആ വ്യക്തി നിങ്ങൾക്ക് എന്തോ ഒരു സർപ്രൈസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ടാവാം. ആൻഡ് ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്. യെസ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെയോ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അറിയുന്നുണ്ട്. അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ. അവര് ഒരു പ്രാവശ്യം കൂടെ അവർക്കൊരു ചാൻസ് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ. ഒരിക്കൽ കൂടി നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ.